നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ആ പരിശുദ്ധ ത്രിത്വത്തെ നമുക്കൊരു നിമിഷം ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഞങ്ങളിൽ തുറക്കണമേ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഞങ്ങളിൽ തുറക്കണമേ. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകുവാൻ ദൈവീക രഹസ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം ഞങ്ങൾക്ക് തരണമേ. ദൈവീക രഹസ്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ജ്ഞാനം, അതിനുവേണ്ടിയുള്ള ദാഹം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? നമുക്ക് ഏറ്റുപറയാം. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ജ്ഞാനത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദാഹത്തോടെ പാടാം. ജ്ഞാനത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യ പടി അവളാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യപടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ഒമ്പതാമത്തെ വാക്യം നമുക്ക് ഏറ്റുപറയാം. വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എൻ്റെ സന്തത സഹചാരിണിയാക്കും. വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എൻ്റെ സന്തത സഹചാരിണിയാക്കും. കർത്താവേ, ഈ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം.
സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? നാം ശ്രവിക്കുന്ന ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് നിക്ഷേപിച്ച വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവും അതെല്ലാം നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനിലേക്കും അത് പ്രസരിക്കുന്നതിന് വേണ്ടിയാണ്, പ്രസരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കത് വിശ്വസിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവനീതിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നമ്മിൽ തുറക്കുന്നത് ദൈവീക ജ്ഞാനമാണ്. ദാഹത്തോടു കൂടെ ഈ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ നമ്മിൽ തുറക്കുന്നതിന് വേണ്ടി കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമ്മുടെ ആത്മാവിൽ ഒട്ടിച്ചേർന്ന് നമ്മിലേക്ക് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ജ്ഞാനം നമ്മിലേക്ക് അവിടുന്ന് ഒഴുക്കുന്നു. ഒന്നും പിടിച്ചു വയ്ക്കാതെ ദൈവത്തിനുള്ളതെല്ലാം നമുക്കുള്ളതാണ്. അങ്ങയുടെ പ്രവർത്തികൾ അറിയുകയും ലോകസൃഷ്ടിയിൽ അങ്ങയോടൊത്തുണ്ടാവുകയും ചെയ്ത അങ്ങേക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്തു വാഴുന്നു. പരിശുദ്ധാത്മാവേ, ആ ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനം ഞങ്ങളിൽ നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ. വായിച്ചോളൂ. അടുത്ത വാക്യം വായിച്ച്. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. എല്ലാവരും. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്
അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എന്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തന്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. ഇതാണ് ഈശോയിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഈ അർത്ഥത്തിലാണ് അവിടുത്തെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. ദൈവരാജ്യം എന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിത ശൈലിയും അതിനു വേണ്ടതെല്ലാം ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെ തരുന്ന ഒരവസ്ഥയാണ്. നാം കേട്ടിട്ടുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ് പറയുന്നത് 14-17 ദൈവരാജ്യം എന്നത് ഭക്ഷണവും പാനീയവും അല്ല, പിന്നെന്താ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇനി നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്താണ് ദൈവരാജ്യം? ഒന്നുകൂടി പറഞ്ഞേ. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. കണ്ടോ, നീതി എന്ന് പറയണത് വലിയ ഒരു കാര്യമാണ്. നമുക്ക് മനസ്സിലായി. നീതി, സമാധാനം. അവൻ നമ്മുടെ സമാധാനമാണ്. കർത്താവ് സമാധാനമാണ്. നമ്മൾ സിറമൽബാർ കുർബാനയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയണതാണ്. പ്രത്യേകിച്ച് അൾത്താര ബാലകർ എങ്ങനെ പറയണേ? എങ്ങനെ പറയണേ? സമാധാനം നമ്മുടെ കൂടെ എന്ന് പറയും. പാടക്കപ്പെട്ടവായി സമാധാനം നമ്മുടെ കൂടെ. ഒരു സമാധാനമില്ലാണ്ട് അവർ പറയണേ. അത് പറയണതിൻ്റെ അർത്ഥം ലത്തീൻ കുർബാനയിൽ പറയും കർത്താവ് നമ്മോടുകൂടെ എന്ന് പറയണത് തന്നെയാണ് സുറിയാനിയിൽ സമാധാനം നമ്മോട് കൂടെ എന്ന് പറയുന്നത്. അത് എഫേസ്യോസ് 2:14 എഫേസ്യോസ് 2:14 പറയുന്നത് എന്താ? കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഫരിസേയരും നിയമജ്ഞരും വിജാതീയരുമായിട്ട് ഒരു സമാധാനമില്ല, അവർ ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള പോലെ കരുതിയിരുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് പൗലോസ് പറയുന്നത് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും. അവൻ നമ്മുടെ സമാധാനമാണ്. അപ്പോൾ ഈ സമാധാനം ദൈവരാജ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ദൈവരാജ്യത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് സമാധാനം തരും. അപ്പോൾ നീതി, സമാധാനം, പിന്നെന്താ? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് നടത്തുന്ന ഒരനുഭവമാണ്. എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യും. അതിപ്പോൾ ഇന്നും നാളെയും കൊണ്ട് നമ്മളതങ്ങ് മനസ്സിലാക്കാൻ പോവുകയാണ് കൂടുതലായിട്ട്. പരിശുദ്ധാത്മാവ് ചെയ്യുമല്ല. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ രാജാവ് ദൈവമാണ്. ആ ദൈവരാജ്യത്തിൻ്റെ ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വലിയ ആളാവേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്താൽ മതി? വിനീതരാകുക, എളിമപ്പെടുക. ദൈവരാജ്യത്തിലെ
ദൈവത്തിൻ്റെ സ്നേഹം, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ട് ദൈവരാജ്യം എന്ത് രാജ്യമാകുന്നു? സ്നേഹരാജ്യമാകും. സ്നേഹം മാത്രം. അപ്പോൾ അവിടെ നിയമമുണ്ടോ? നിയമം എല്ലാവരും താനേ പാലിക്കും. അമ്മായിയമ്മയും മരുമോളും ഭയങ്കര സ്നേഹത്തിലാണെങ്കിൽ ചില അമ്മായിയമ്മമാർ, അയ്യോ ഞാനൊന്നും അവളോട് പറയണ്ട, അവൾക്ക് എങ്ങനെ എൻ്റെ മനസ്സറിയാം, ഞാൻ മനസ്സിൽ വിചാരിക്കണേക്ക് മുമ്പ് അവളതങ്ങ് ചെയ്യും. ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ മറുവശമാണ് അധികം കേട്ടേക്കണതില്ലേ. അയ്യോ എനിക്ക് തങ്കം പോലെയുള്ളൊരു മരുമകളെയാണ് കർത്താവ് തന്നേക്കണത്, ഞാനൊന്നും അവളോട് പറയണ്ട, ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അവളത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ദൈവരാജ്യം. അപ്പോൾ അവിടെ കൽപ്പിക്കാൻ സമയമുണ്ടോ? ഇന്നലത്തെ പരിശുദ്ധ പിതാവിൻ്റെ ഇന്നലത്തെ പ്രഭാഷണത്തിൽ, ഇന്നലെ രാവിലെ പരിശുദ്ധ പിതാവ് കുർബാനയിൽ നൽകിയ സന്ദേശത്തിൽ പറയുന്നത് ഇതാണ്: നിയമത്തിൻ്റെ റിജിഡ്നെസ്സിലല്ല. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിജിഡ് എന്ന് പറഞ്ഞാൽ കർക്കശ. നിയമത്തിൻ്റെ കർക്കശതയിലൂടെ അല്ല ദൈവം ഭരിക്കുന്നത്, സ്നേഹത്തിലൂടെയാണ്. നോട്ട് ബൈ ദ റിജിഡ്നെസ് ഓഫ് ദ കമാൻഡ്മെൻറ്റ്സ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കൽപ്പനകളുടെ കർക്കശതയിലൂടെ അല്ല, മറിച്ച് സ്നേഹമാണ്. ആ സ്നേഹം അണപൊട്ടി ഒഴുകുമ്പോൾ ദൈവരാജ്യം സ്നേഹരാജ്യമായി മാറിക്കഴിയുമ്പോൾ അവിടെ സമാധാനമായി, നീതിയായി, എല്ലാമായി. ഇങ്ങനെ ഒരു പുതിയ രാജ്യമാണ്, ഒരു പുതിയ ജനത, ഒരു പുതിയ ജീവിത ശൈലി. അത് സാവധാനം വരുന്നു. അപ്പോൾ അവിടുത്തെ സിംഹാസനത്തിൽ നിന്ന് ആ ജ്ഞാനത്തെ അയക്കണേ എന്ന് സോളമൻ പ്രാർത്ഥിച്ചത് ഒരു പ്രൊഫറ്റിക് പ്രെയറാണത്. സോളമന് അത് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഈശോ പറഞ്ഞത് എന്താ? ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. അപ്പോൾ ഈശോയിലൂടെ വലിയ ജ്ഞാനവും ഈ ദൈവരാജ്യ കേന്ദ്രീകൃതമായ ജ്ഞാനം, അതാണ് യെശയ്യായിൽ പറയുന്ന കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടാകും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അപ്പോൾ ഈ യെശയ്യാ 11 പറയുന്നത് എങ്ങനെയായിരിക്കും ഈ എമ്മാനുവേൽ രാജ്യം ഭരിക്കുക? എമ്മാനുവേൽ ഒന്ന് കൈവീശി കാണിച്ച്. പ്രൈസ് ദി ലോർഡ്. എമ്മാനുവേൽ രാജ്യം ഭരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഈ എമ്മാനുവേലിൽ ഈ ജ്ഞാനം, അറിവ്, വിവേകം, ദൈവഭയം, ബുദ്ധി, ധൈര്യം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. അത് എമ്മാനുവേൽ എല്ലാവർക്കും കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറായിരിക്കും എമ്മാനുവേൽ. മറ്റെല്ലാവരും ഓരോ കമ്പ്യൂട്ടറുകളാണ്, ഇതിനെ തമ്മിലങ്ങ് കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ അമ്മായിയമ്മ പറഞ്ഞ മാതിരി ഞാനൊന്ന് ചിന്തിക്കണേക്ക് മുമ്പ് അവൾ അതങ്ങ് ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ചിന്ത വരുമ്പോഴേക്കും ആ ചിന്ത ഈ നെറ്റ്വർക്കിലൂടെ ഈ ആത്മാവ് ആരിലെല്ലാം ഉണ്ടോ അവരിലേക്ക് അതങ്ങ് പ്രസരിച്ചിട്ട് അവരത് ചെയ്യും. അങ്ങനെ 11:9 എന്ത് പറയുന്നു? എന്റെ വിശുദ്ധ ഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ. എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട് ദാഹത്തോടെ സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം
സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അതിനു മുമ്പ് പറഞ്ഞു കേട്ടോ, എൻ്റെ വിശുദ്ധ ഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. അതായത് ഒരു സമാധാനത്തിൻ്റെ രാജ്യമായിരിക്കും അത്. ഒരാളും മറ്റൊരാളെ വിഷമിപ്പിക്കില്ല, ദ്രോഹിക്കില്ല. അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത വരുമ്പോൾ ഇന്നുള്ള മാതിരി യുദ്ധം ഉണ്ടാവുമോ? യുദ്ധം ഉണ്ടാവേയില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? ഈ രാജ്യത്തലവന്മാർ വരെ ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്നവരും ദൈവരാജ്യത്താൽ നയിക്കപ്പെടുന്നവരുമാകുമ്പോൾ അവർ ഇപ്പോൾ UN കോൺഗ്രസ്സിൽ അവരെല്ലാവരും കൂടി ചേർന്ന് സമാധാന കരാറൊക്കെ ഒപ്പുവെക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വശത്ത് യുദ്ധപ്പടക്കോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലേ? സമാധാന കരാറെന്ന് നമ്മൾ ഇഷ്ടംപോലെ കേട്ടേക്കണമല്ലേ, ഇല്ലേ? രാജ്യങ്ങൾ തമ്മിൽ സമാധാന കരാർ ഒപ്പുവെച്ചു. പക്ഷേ യുദ്ധം പടക്കോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കും? നമ്മൾ ഇത്രയും സമാധാന കരാർ ഒപ്പുവെച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഈ പട്ടാളത്തിനെയും യുദ്ധക്കോപ്പിനെയും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? എന്തോരം പൈസയാണ്. അതുകൊണ്ട് അതങ്ങ് നമുക്ക് ക്യാൻസലാക്കിയാലോ? അങ്ങനെ എല്ലാ രാജ്യങ്ങളും കൂടി ഒന്നിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ യുദ്ധക്കോപ്പിൻ്റെ ആവശ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ അതിനുവേണ്ടി? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കൊന്ന് ശരിക്കും പരിശുദ്ധാത്മാവേ, ഈ മേഖല ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ രാഷ്ട്രത്തലവന്മാരും സമാധാന കരാർ ഉണ്ടാക്കുവാനും അതോടൊപ്പം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആയുധശേഖരങ്ങളെല്ലാം ഇല്ലാതാക്കാനും അത് ഉണ്ടാകാതിരിക്കാനും മിലിറ്ററി അവരെ പിരിച്ചുവിടാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുന്നു. സമാധാനം രാജ്യങ്ങൾ തമ്മിലും എല്ലാവരും തമ്മിൽ സമാധാനം ഉണ്ടാകുന്നതിനും പടക്കോപ്പുകൾ ഉന്മൂലനം ചെയ്യണമേ, പടക്കോപ്പുകൾ ഇല്ലാതാക്കണമേ, രാജ്യങ്ങൾ തമ്മിൽ സമാധാനമാകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ ഞാൻ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ കോൺടെംപ്ലേറ്റീവ് ഓർഡറിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ കുറേ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തും. അന്ന് ഇതുമാതിരി പ്രാർത്ഥിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ പേപ്പറിലൊരു ന്യൂസ് വന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും ഒരു കരാർ ഒപ്പുവച്ചിരിക്കുന്നു. അവരുണ്ടാക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് കുറയ്ക്കാൻ രണ്ടുപേരും കൂടി. അപ്പോൾ കോടിക്കണക്കിന് ബില്യൺസ് ഡോളേഴ്സിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ ഉപയോഗം യുദ്ധക്കോപ്പുകൾ വേണ്ടാന്ന് വയ്ക്കുകയാണ്. ഈ ലോകത്തിൽ ഇന്ന് ദാരിദ്ര്യം ഉള്ളതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ വേലയെടുത്ത നെറ്റിയിലെ വേർപ്പുകൊണ്ടുള്ള പൈസയാണ് ഈ യുദ്ധക്കോപ്പിലും മുടക്കണത്. ആണോ ഇല്ലയോ? അതൊരു രാജ്യത്തിൻ്റെ മിലിറ്ററി ബഡ്ജറ്റ് അതിൻ്റെ ഏതാണ്ട് 25% എമൗണ്ടാണ്. പക്ഷെ എന്തോ ഒരു വലിയ കാര്യം. അപ്പോൾ ആ ജ്ഞാനം കിട്ടിക്കഴിയാണ് എന്തിനാണ് നമ്മൾ തമ്മിൽ ഈ യുദ്ധക്കോപ്പ് ഉണ്ടാക്കി ഇത് വെച്ചേക്കണത്? നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യാൻ പോണില്ല, സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കണേ. അപ്പോൾ തന്നെ ലോകത്തിൽ ദാരിദ്ര്യം മാറി. ലോകത്തിൽ ദാരിദ്ര്യം മാറാൻ ഇത്രയും മതി. എനിവേ, ഒരാശയമാണ്. അപ്പോൾ ഈ യേശയ്യ, ഞാൻ ലൂക്കിലേക്ക് പോകാം. യേശയ്യ 11:6 വചനം കൂടി ഒന്ന് വായിച്ചേ. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ. വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് യേശയ്യായിലൂടെ പ്രവചിച്ചിരിക്കുന്നതാണ്. ഈ ജ്ഞാനം, വിവേകം, അറിവ്, ബുദ്ധി, ധൈര്യം, ദൈവഭയം വന്നു കഴിയുമ്പോൾ ദൈവരാജ്യം സമാപതമാവും. അപ്പോൾ ചെന്നായും ആട്ടുംകുഞ്ഞും ഒന്നിച്ചു വസിക്കും.
ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശോ അപ്പസ്തോലന്മാരോട് പറയണത്, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ അടുത്തേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കുന്നു. എന്നിട്ട് എന്ത് വേണം? നിങ്ങൾ വിവേകമുള്ളവരായിരിക്കണം. അതാണ് ഇവിടെ 11:1-2-3 പറയണത്. ജ്ഞാനം, അറിവ്, വിവേകം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. സർപ്പത്തെ പോലെ വിവേകം ഉണ്ടായിരിക്കണം. പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. എന്തിനാണ് ഈ ചെന്നായ്ക്കളുടെ അടുത്തേക്ക് ആട്ടുമുഞ്ഞിനെ അയക്കണേ? അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. വളരെ വൈരുദ്ധ്യവും ഒബ്സ്ട്രക്ഷൻ, ഒബ്ജക്ഷൻ, പെർസിക്യൂഷൻ, ഇത് മൂന്നുമായിരിക്കും സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. എല്ലാവരും നമ്മളെ തിരസ്കരിക്കും, എല്ലാവരും പലതരത്തിൽ നമ്മളെ അവഹേളിക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും, ചെന്നായിയുടെ സ്വഭാവം നമ്മിലേക്ക് വരും. എന്നാൽ കുഞ്ഞാട് അപ്പം എന്ത് ചെയ്യും? കുഞ്ഞാട് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? കുഞ്ഞാടിനെ അയച്ചവൻ അവൻ്റെ ഉള്ളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ കുഞ്ഞാടിനെ അയച്ചത്? ഈശോ മിശിഹ. ആ ഈശോ മിശിഹ ആരാണ്? ഈശോ മിശിഹ യൂദായിലെ സിംഹമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു സിംഹമുണ്ട്. ഇതവൻ തന്നെ അറിയണം. നമ്മൾ അയ്യോ എന്നെ അവിടേക്ക് അയച്ചു, എന്നെ കൊണ്ട് വലുതാവോ, ഞാനെങ്ങും പോണില്ല എന്നും പറഞ്ഞ് ഇവിടെ ഇരുത്താൻ പറ്റില്ല. നമ്മളെ അയക്കുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ചെന്നായി അയക്കപ്പെട്ടിട്ടില്ല. അയക്കപ്പെട്ടിട്ടുള്ളത് ആരാണ്? കുഞ്ഞാടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളവനാണ്. ആ അറിവ് നമുക്കില്ലാത്തതിൻ്റെ പേരിൽ ഈ ആന പാപ്പാൻ പടിയെടുക്കുമ്പോൾ പേടിക്കണം. എന്തുകൊണ്ടാണ്? ആനയുടെ സൈസ് ആനയ്ക്ക് അറിഞ്ഞൂടാ, ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിഞ്ഞൂടാ. ഈ തോട്ടി പോലെ ഇരിക്കുന്ന പാപ്പാൻ രണ്ടൊച്ചിട്ടാക്കുമ്പോഴേക്കും ആന അത് പറയണോ പേടിക്കാം. ഒരു കണ്ണാടി വല്ലതൊന്നും കൊണ്ട് കാണിച്ചു കൊടുക്കണം ആനേനെ, എന്നാലും മനസ്സിലാവില്ല. ആനയ്ക്ക് ആനയുടെ സൈസ് അറിയില്ല എന്ന പോലെ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സൈസ് അറിഞ്ഞൂടാ. നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ദൈവരാജ്യമുണ്ട്, നമ്മളെ അയച്ചവനുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യം അവിടെയോ ഇവിടെയോ അല്ല, ദൈവരാജ്യം നിങ്ങളിൽ തന്നെയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17:21 ദൈവരാജ്യം നമ്മളിൽ തന്നെയുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അതിൻ്റെ ഫുട് നോട്ട് എടുത്ത് വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും, ദൈവരാജ്യം നമ്മളിൽ തന്നെയുണ്ട്. കിട്ടിയോ? ലൂക്ക 17 പറയുന്നത്. ലൂക്ക 17:21 ഇതാ ഇവിടെ അതാ ഇവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഫുട് നോട്ടിൽ നോക്കിയേ, അതിൻ്റെ ഫുട് നോട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളിൽ തന്നെയുണ്ട് എന്നും വിവർത്തനം ചെയ്യാം. കണ്ടോ? അതാണ് ഫുട് നോട്ടുകളെ കുറിച്ച് ഞാൻ പിന്നെ മനസ്സിലാക്കാം. ഫുട് നോട്ടുകളിലാണ് രഹസ്യങ്ങളിരിക്കുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ ഫുട് നോട്ടുകളും കൂടി വായിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങളിൽ തന്നെയുണ്ട്. കണ്ടോ? എന്നും വിവർത്തനം ചെയ്യാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ആരാധന സമാപിപ്പിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാം. ഇന്ന് നമ്മൾ നന്നായിട്ട് ദാഹിച്ചോളൂ. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കാനുള്ളതാണ്. ഇന്നാണ് ഏറ്റവും ലോങ് ഡേ, ഏറ്റവും നീളം കൂടെ ദിവസമായിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവനീതിയുടെ കാര്യവും ഈശോ പറഞ്ഞ, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും
നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് താനേ വരും. നമ്മൾ എന്ത് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞോ, നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്ത് ഭക്ഷിക്കുമെന്നതിനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്നതിനെക്കുറിച്ചോ ആകുലപ്പെടേണ്ട. പല ആളുകളും എൻ്റെ ഗ്രൂപ്പിൽ വന്ന് വർഷങ്ങളായിട്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുണ്ട്. ചിലർ വരുമ്പോൾ ചോദിക്കും, ബ്രദറിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവമേ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആർക്ക് വേണ്ടിയാണ് വന്നേക്കണേ? നീ തോമസ് പോളിനെ കണ്ടുകൊണ്ടാണോ വരണേ, അതേ കർത്താവ് ഈശോ മിശിഹായെ കണ്ടുകൊണ്ടാണോ വരണേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, എൻ്റെ കാലം കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു. കർത്താവാണോ? ഈ പാട്ടൊക്കെ പാടും, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല, അവൻ പച്ചയായ പുൽത്തകിടിൽ നടത്തുന്നൊക്കെ. അപ്പം ഇന്നും എന്നോട് ക്ഷമിക്കണം കേട്ടോ, സിസ്റ്റേഴ്സ് ആകാൻ പോണവരും അച്ഛന്മാരാകാൻ പോണ വൈദിക വിദ്യാർത്ഥികളും സിസ്റ്റേഴ്സിനാകാൻ പോണ കാൻഡിഡേറ്റ്സും ഒക്കെ. അപ്പോൾ ഒരു ദൈവവിളി ഉണ്ടെന്ന് മനസ്സിലായി. അവരാദ്യം എന്ത് ചെയ്യും? അവർ പോയിട്ട് ഇടവക വികാരി അച്ഛനോടോ പരിചയമുള്ള വേറെ സിസ്റ്റേഴ്സിനോടോ ചോദിക്കും, എനിക്കിങ്ങനെ കർത്താവിന് വേണ്ടി വേല ചെയ്യണം. എന്ത് ഉപദേശം അവർക്ക് കൊടുക്കും? പറയണ്ട അല്ലേ? പറയണ്ട. നമ്മളിത് വീണ്ടും ഒരു പരിസേനായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണത്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറയാണ്, പുതിയ സുവിശേഷവൽക്കരണത്തിന് ഒരു ചാവേർപ്പട വേണം. ചാവേർപ്പട. ഇത് IS-കാർക്ക് ചാവാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. പണ്ട് പഠിക്കുക, അവരെ കണ്ട് പഠിക്കുക. രാഷ്ട്രീയ പാർട്ടികൾക്ക് ചാവാനും കൊല്ലാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനും ചാവാനും ആൾക്കാരുണ്ട്. കർത്താവിന് വേണ്ടി ജീവൻ നൽകിയ കർത്താവിന് വേണ്ടി മുഴുവനും സമർപ്പിച്ച്, കർത്താവ് നിനക്ക് വേണ്ടി ഒരു ചാവേർപ്പടയാകാൻ ഞാനുണ്ടെന്ന് പറയാൻ ഇവിടെ എത്ര പേരുണ്ട്? സമർപ്പിത ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു ചാവേർപ്പടയാകണം അവർ. എന്നോട് ക്ഷമിക്കണേ, ഇന്ന് കർത്താവ് പറഞ്ഞതാണ്. പുതിയ സുവിശേഷവൽക്കരണത്തിന് ആവശ്യമായത് അതുപോലെ ഒരു വിശ്വാസമാണ്, ഒരു സമർപ്പണമാണ്, ഒരു ശരണമാണ്. പക്ഷേ അയ്യോ, ആ കോൺഗ്രിഗേഷൻ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. അവിടെ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് കഞ്ഞി കിട്ടില്ല. അതുകൊണ്ട് നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ നടത്തണ വലിയ കാശുള്ള കോൺഗ്രിഗേഷൻ ഉണ്ട്, അവിടെ പോയി ചേരുന്നേ. ഇതായിരിക്കും ചിലപ്പോൾ കിട്ടണ ഒരു അഡ്വൈസ്. അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഇപ്പം ആരുടെ എന്ത് ഉദ്ദേശം, എന്ത് വിശ്വാസം നമ്മുടെ? നമ്മൾ ഈ വിശ്വാസികളാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇത്ര വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല, ആവുന്നുള്ളൂ. നമ്മുടെ വിശ്വാസം കർത്താവിന് വേണ്ടി, കർത്താവിൽ മാത്രമാണ് എനിക്കാശ്രയം, അവിടെന്നാണ് എനിക്ക്. ഈ സങ്കീർത്തനത്തിൽ മുഴുവൻ ഇത് തന്നെ ആശയം. ഈ കർത്താവാണ് എൻ്റെ ഇടയൻ എന്നൊക്കെ പറയണത് ആ അർത്ഥത്തിലാണ്. നമ്മൾ മറ്റൊരവസ്ഥയിലായിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരവസ്ഥയിലാണ്. കർത്താവിൽ മാത്രം ശരണം വയ്ക്കുക. കർത്താവ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നേ. എനിക്ക് ഒരു 5 മിനിറ്റ് എടുത്തോട്ടെ, ഇതൊന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ. ഞാൻ ഈ ജോലിയെല്ലാം വിട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ നാച്ചുറലി എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ആദ്യകാലങ്ങളിൽ. ഒരു വലിയ ബിസിനസ്സുകാർ വന്നിട്ട് പോലും അപ്പൻ കല്യാണം കഴിപ്പിച്ചിട്ടില്ല. ഒരു എൻജിനീയറെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് എന്താ മാസം കൃത്യമായിട്ട് കാല് കിട്ടും, പട്ടിണില്ലാണ്ട് ജീവിക്കാൻ വിചാരിച്ചുകൊണ്ടാണ്. ബിസിനസ്സുകാരുടെ കാര്യം നമുക്ക് അറിഞ്ഞൂടെ. ചിലപ്പോൾ കിട്ടിയാൽ ഒരുപാട് കിട്ടും, പോയാൽ ഉള്ളതും കൂടി പോകും. ഞാൻ ആ ജോലിയെല്ലാം വിട്ട് സുവിശേഷവും കഷ്ടത്തിൽ വെച്ച് നടക്കാൻ തുടങ്ങിയേക്കണം. ആൾക്കാരെന്താ പറയുക, ഇന്നിപ്പോൾ സുവിശേഷ വേലക്കാർക്ക് കുറച്ചും കൂടി ഒരു മതിപ്പൊക്കെ ഉണ്ട്. അന്ന് സുവിശേഷമില്ല, പക്ഷേ ഉപദേശിയ, അവനൊരു ഉപദേശിയായിരുന്നു. ഇതെന്ത് പറ്റി? വട്ടാണ്, ഇങ്ങനെ തന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻജിനീയർമാർ പറഞ്ഞു, ഇത്രയും നല്ലൊരു എൻജിനീയർ, അവനെന്തോ പറ്റി? കുഴപ്പമൊന്നുമില്ല, അവൻ താനേ വരും. കുറേ ദിവസം കഴിയുമ്പോൾ പട്ടിണി കിടക്കും, അവൻ താനേ വരും.
ആരവനെ സഹായിക്കാനാണ്? അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ ഒരു വേല മാത്രമേ ഒരിക്കലും അവസാനിക്കാത്തതായിട്ടുണ്ടാവുള്ളൂ, ദൈവരാജ്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഗ്രൂപ്പിൽ 26 പേരുണ്ടപ്പോൾ ഞങ്ങൾ 2 ഫ്ലാറ്റിലാണ്. ഒരു ഫ്ലാറ്റിൽ ഞാൻ താമസിക്കുന്നു, ഒരു ഫ്ലാറ്റിൽ നമ്മുടെ ആളുകളെല്ലാവരും കൂടിയുള്ള പ്രാർത്ഥന. ആ ദിവസം വൈകുന്നേരം ആ മകൾ വന്ന് പറയുകയാണ്, കിച്ചൺ മാനേജ് ചെയ്യുന്ന പെൺകുട്ടി വന്ന് പറയുകയാണ്, ബ്രദറെ നാളെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ല. അയ്യോ, അപ്പം എൻ്റെ ഭാര്യേനെ ഒന്ന് നോക്കി, വേണ്ട, മര്യാദയ്ക്ക് നല്ല കാശ് കിട്ടിയിരുന്ന ജോലിയും കളഞ്ഞ് ഈ ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് കഞ്ഞി കുടിക്കാൻ കാശുമില്ല. മനുഷ്യന്മാർ ചോദിക്കില്ലേ, ബ്രദർ ഈ ആൾക്കാരൊക്കെ കൊണ്ടുകൊണ്ട് പട്ടിണിയിട്ട് എന്താ ചെയ്യണേ? ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കണേ. അപ്പോൾ സ്ത്രീകൾക്കാണ് അതിൻ്റെ പ്രയാസം കൂടുതലുണ്ടാവുന്നത്. ഞാൻ കർത്താവെ എന്ന് വിളിച്ചപ്പോൾ കർത്താവ്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ആകാശത്തിലെ പക്ഷികളെക്കാൾ നീ ശ്രേഷ്ഠനാണോ? ആ ഒറ്റ കണ്ടീഷനിലാണ് ഞാൻ ഇറങ്ങിയത്. ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് നിനക്ക് ഞാൻ ഭക്ഷണം തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും എന്നെ ഓർപ്പിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പോയി കിടന്നോ, നാളെ രാവിലെ കർത്താവ് കൊണ്ടുവന്ന് തരും. ചിലവരങ്ങനെയൊക്കെ മൂടി. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ നിമിഷം. എനിക്ക് അങ്ങ് ഭയങ്കര ഒരു വിശ്വാസം വന്നത്. കർത്താവ് പറഞ്ഞ വാക്ക് കർത്താവ് പൂർത്തിയാക്കും. രാവിലെ ഞങ്ങൾ 6 മണിക്ക് പള്ളിയിൽ പോകാനായിട്ട് എല്ലാവരും ഇറങ്ങുമ്പോൾ ഈ പെങ്കൊച്ചുവൻ ഓടി വന്നു, ബ്രദറെ ഒരാൾ ഒരു വാരിക്കൊട്ടയിൽ ഏത്തപ്പഴവും ബ്രെഡും ഒക്കെ കൊണ്ടുവന്നേക്കണം. ഇവിടെ ഇങ്ങനെ ആരും കൊണ്ടുവന്ന് പരിവില്ല, അയാളെ പറഞ്ഞു വിടട്ടെ. ഞാൻ പറഞ്ഞു, നോ 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 നോ, ഇന്നലെ കർത്താവ് എന്താ പറഞ്ഞേ? എൻ്റെ മേലൊക്കെ കുളിര് കോരി, ഇപ്പോഴും കുളിര് കോരിയാണ്. ഞാൻ അവനോട് ചോദിച്ചു, നീ എവിടെ നിന്നാ വന്നേ? അപ്പോൾ എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് തന്നു. ഇത് ഈ സാറ് തന്നയച്ചതാണ്. ശരി, അതവിടെ മേടിച്ച് വെച്ചു. കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അയാളെ വിളിച്ചു, ആരാണങ്ങ്? അങ്ങേക്ക് ഇത് എങ്ങനെ തോന്നി? എന്താ സംഭവിച്ചേ? അപ്പോൾ പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഷോപ്പിങ്ങിന് ചെന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, കുറച്ച് സാധനങ്ങൾ നമ്മൾക്ക് ആ ബ്രദറിൻ്റെ മിനിസ്ട്രിയിലേക്ക് മേടിച്ച് കൊടുത്തുവിടാം. അവിടെ ഇത്രയും പേര് ആൾക്കാരുണ്ടല്ലോ, നാളെ രാവിലെ നമ്മുടെ വക ആവട്ടെ അവിടെ. അത് കൃത്യം 7 മണിക്കായിരുന്നു ആ എന്നോട് പറഞ്ഞ സമയം. ദൈവപരിപാലന എന്നാൽ കൃത്യം ദൈവം നമ്മളെ പരിപാലിക്കും. നമ്മൾ തോമസ് പോളിൻ്റെ കാലശേഷം എങ്ങനെ കോൺഗ്രിഗേഷൻ നടക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എന്താണ് ഇന്നത്തെ അവസ്ഥ? സോറി സിസ്റ്റർമാരെ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ സിസ്റ്റർമാരാരെയും കുറ്റം പറയല്ല. ഇന്നത്തെ അവസ്ഥ എല്ലാവരും എന്തിന് നമ്മൾ വേണം, പോപ്പ് പറഞ്ഞത് പറയാം, എല്ലാവരും കംഫർട്ട് സോൺ അന്വേഷിച്ചാണ് കോൺഗ്രിഗേഷനായാലും അച്ഛന്മാരായാലും സുവിശേഷ വേലക്കാരായാലും എവിടെയാണ് നമ്മുടെ ജീവിതം സുരക്ഷിതമാകുന്ന സംവിധാനമുള്ളത്. ഇന്ന് കർത്താവ് പറയാണ്, എനിക്കൊരു ചാവേർപ്പടയെ വേണം. ഒന്ന് പ്രാർത്ഥിക്കാതിന് വേണ്ടി, അതായത് എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി. ഒരു സഹോദരി വന്നിട്ട് പറയാണ്, എനിക്കൊന്ന് ഒരു ഉടുപ്പ് കിട്ടിയാൽ മതി. അപ്പോൾ ചിലവർക്ക് അതാണ്, എനിക്ക് ഉടുപ്പ് കിട്ടും. അവിടെ എന്നെ ഇത്രയും ദിവസം അവിടെ നിർത്തിയിട്ട് ആ സിസ്റ്റർമാരെന്നെ പറഞ്ഞു വിട്ടു. ഇനി എനിക്ക് ഉടുപ്പ് കിട്ടണോടത്തേ പോകുള്ളൂ. ഈ ഉടുപ്പൊന്നും ഇല്ലാണ്ട് കർത്താവിനെ ശുശ്രൂഷിച്ചൂടെ? ഇല്ലയോ? പറയും. അതാണ്, അങ്ങനത്തെ ഒരു ചാവേർപ്പട വേണം. ചാവേർപ്പടയാണെങ്കിൽ ഉടുപ്പൊക്കെ അന്വേഷിച്ചെടുക്കേണ്ട എന്താ ആവശ്യം? അപ്പം എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ കർത്താവിന് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കണ ഒരു സമർപ്പിത സമൂഹം അല്ലെങ്കിൽ ഒരു ആത്മായ സമൂഹം ഉണ്ടാകണം. ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ പ്രാർത്ഥിക്കണേ.
അങ്ങനെ ഒരു കർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാനും പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കാനും ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു, വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും അല്ല ഇന്നത്തെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം. എല്ലാവരും അവരുടെ ഭക്ഷണവും അവരുടെ വസ്ത്രവും അവരുടെ സകല സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് സുവിശേഷ വേലയൊക്കെ ആകർഷിക്കുന്നത്. അതൊരു സുവിശേഷ വേലയേ അല്ല. അവിടെ കർത്താവിൽ ശരണപ്പെടുന്നില്ല. ഈശോയുടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ഐ ട്രസ്റ്റ് ഇൻ യു. ആരിലാണ് നമ്മൾ ആശ്രയിക്കണേ? ഒന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇതിനു വേണ്ടി ഒന്ന് പറഞ്ഞ്, ഇന്നത്തെ നമ്മുടെ സുവിശേഷ വേല നടത്തുന്നവരും സുവിശേഷ വേലയ്ക്ക് ഇനി വിളിക്കപ്പെടുന്നവരും ചാവേർപ്പട പോലെ കർത്താവിന് വേണ്ടി മരിക്കാൻ തന്നെ തയ്യാറായിട്ടുള്ളവരാകണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരുവിൻ, അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ വിശുദ്ധ തോമാസ് ശ്ലീഹായെ പോലെയുള്ള ചൈതന്യം നിറയുന്ന ഒരു പുതിയ സുവിശേഷകൽക്കരുടെ സമൂഹമുണ്ടാകട്ടെ, ഒരു പുതിയ സഭാ സമൂഹമുണ്ടാകട്ടെ, പുതിയ സുവിശേഷകരുണ്ടാകട്ടെ. സഭാ സമൂഹത്തിൽ അതുപോലെ ഒരു ചൈതന്യം ഉണ്ടാകട്ടെ. സമർപ്പിതരെല്ലാവരും ആ ചൈതന്യത്തിലേക്ക് വരണമേ, ആ ജ്ഞാനത്തിലേക്ക് വരണമേ. യേശുവിനോടൊപ്പം, യേശുവിനെ പോലെ സകലതും ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണ ദാരിദ്ര്യത്തിൽ, പൂർണ്ണ ദാരിദ്ര്യത്തിൽ, പൂർണ്ണ ആശ്രയത്തിൽ, പൂർണ്ണ ദാരിദ്ര്യത്തിൽ, പൂർണ്ണ ആശയത്തിൽ, പൂർണ്ണ ജ്ഞാനത്തിൽ, പൂർണ്ണ വിശ്വാസത്തിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഹല്ലേലൂയ. ലബ 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 ലബ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. എല്ലാ സന്യസ്തരെയും എല്ലാ വൈദികരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് പൂർണ്ണ സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം, അവരെ ചാവേർപ്പടയായി മാറുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി പുതിയ സമർപ്പിതർ അതുപോലെ ഉണ്ടാകണേ. പുതിയ സഭകൾ ഉണ്ടാകണമേ. സമ്പത്തിൻ്റെയോ ധനസമ്പത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെ ദാരിദ്ര്യത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷനിൽ, ദാരിദ്ര്യത്തിലും വിശ്വാസത്തിലും ശരണത്തിലുമുള്ള സഭകൾ ഉണ്ടാകണമേ. വൈദികരുണ്ടാകണമേ, സന്യസ്തരുണ്ടാകണമേ, ആത്മായ പ്രേക്ഷിതരുണ്ടാകണമേ. എല്ലാം വിട്ടിറങ്ങുന്ന ആത്മായ പ്രേക്ഷിതരുണ്ടാകണമേ. ഹല്ല 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 ഹല്ല. നമുക്ക് മുട്ടുകുത്തി ഈശോ പറഞ്ഞു, ഓർക്കുക ആ വചനം, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. നീ എൻ്റെ പിന്നാലെ പോരണോ? അവൻ വന്നില്ല, അവൻ പോയി. എന്നാൽ കർത്താവ് അങ്ങനെയുള്ള കുറേ പേരെ ഇനി വിളിക്കും. അപ്പോഴാണ് യഥാർത്ഥ സുവിശേഷവൽക്കരണം നടക്കുകയുള്ളൂ. കർക്കശ സ്വഭാവം മാറി കരുണയും സ്നേഹവും ഒഴുകുന്ന ഒരു സുവിശേഷം നമ്മൾക്ക് സ്വപ്നത്തിൽ കാണാം. അത് വെച്ച് പ്രാർത്ഥിക്കാം, അത് വരും. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമ
ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനെ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭക്ഷണം കഴിച്ച് 9 മണിക്ക് എല്ലാവരും എത്തുന്നു. 9 മണി.